ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. വിശ്വാസികളെ സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് എന്നെ അറിയിക്കുകയാണ്. കരുണാവാരിയായ നാഥൻ അവന് ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എവിടെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കേണ്ടവരാണ്, നേരിടേണ്ടവരാണ് മനുഷ്യർ. മക്കളുടെ മരണത്തിലൂടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഘട്ടത്തിൽ വിശ്വാസികൾക്ക് ഏറ്റവും വലിയ മാതൃക മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആൺകുട്ടികളും പെൺകുട്ടികളുമായി 7 മക്കളുണ്ടായിരുന്നു. 3 ആൺകുട്ടികളും 4 പെൺകുട്ടികളും. ഇതിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒഴികെയുള്ള മുഴുവൻ മക്കളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ തന്നെ അവരുടെ മയ്യത്തെടുക്കേണ്ടുന്ന അവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായി. മക്ക പ്രബോധന കാലഘട്ടം, മക്കീ കാലഘട്ടം എന്നറിയപ്പെടുന്ന ആ ജീവിതത്തിന്റെ പ്രബോധനത്തിന്റെ ആദ്യ ഘട്ടത്തിലാണ് ആൺമക്കളിലെ അബ്ദുല്ലയും കാസിമും 2 പേരും മരണപ്പെടുന്നത്. അന്ന് അബൂലഹബ് മക്കയിൽ ഉടനീളം പ്രചരിപ്പിച്ചു നടന്നു, മുഹമ്മദ് അബുദ്ധറാണ്, അഥവാ വാലറ്റവനാണ്. അവന്റെ ആൺകുട്ടികളൊക്കെ ഓരോരുത്തരായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് സൂറത്തുൽ ലഹബ് തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിന്റെ സൂക്തം അവതരിപ്പിക്കപ്പെടുന്നത് അബൂലഹബിന് അത് വലിയ ശാപമായി മാറുകയും ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പെൺമക്കളിൽപ്പെട്ട സൈനബും റുഖയ്യയും ഉമ്മു കുൽസൂമും ഒക്കെ തന്നെ മരണപ്പെട്ടു.
ഫാത്തിമ റളിയല്ലാഹു അൻഹയാവട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ച് 6 മാസം കഴിഞ്ഞാണ് മരണപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട ചരിത്രം നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് 2 സ്വകാര്യം പറയുന്നു. ഒന്ന്, ഉപ്പയുടെ വിയോഗത്തിന്റെ സമയമായി. അത് കേട്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞു. രണ്ടാമത്തേത്, എനിക്ക് ശേഷം എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം മരണം വരിക്കുന്നത് ഫാത്തിമ നീയായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പുഞ്ചിരിച്ചുകൊണ്ട് ആ സ്വകാര്യം സ്വീകരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺകുട്ടികളിലെ 3ാമത്തെ പുത്രനായ ഇബ്രാഹിം മരണപ്പെടുന്നത് ഹദീസുകളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന വചനം, ثم دخلنا عليه بعد ذلك وإبراهيم يجود بنفسه. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഇബ്നു മസ്ഊദ് അനസ് റളിയല്ലാഹു അൻഹു കയറി ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ ഇബ്രാഹിം എന്ന കുഞ്ഞ് മരണവെപ്രാളം അനുഭവിക്കുകയാണ്. ശ്വാസം കിട്ടാതെ കയ്യിൽ കിടന്ന് പിടക്കുന്ന 3ാമത്തെ ആൺകുട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്ന 3 ആൺകുട്ടികളിൽ 3ാമത്തെ കുട്ടി കയ്യിൽ കിടന്ന് പടഞ്ഞ് മരണവേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഫജഅലത്ത് ഐന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തദ്രിഫാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇരു കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ്. സ്വന്തം കയ്യിൽ കിടന്ന് പൊന്നാരമോ മരിക്കുന്നത് കാണല്ല, നേരിട്ട് അനുഭവിക്കാണ് റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുകയാണ്. ഫഖാല ലഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. ഈ രംഗം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫും കാണുന്നുണ്ട്. അദ്ദേഹം ചോദിക്കാൻ റസൂലുള്ളാഹിനോട്, അൻത യാ റസൂലല്ലാഹ്, പ്രവാചകരെ താങ്കളും കരയണോ? താങ്കൾ പ്രവാചകനല്ലേ? മകന്റെ വേർപാടിൽ താങ്കൾ ഇങ്ങനെ കരയാൻ പാടുണ്ടോ? ഇങ്ങനെ കണ്ണുനീർ ഒഴിക്കാൻ പാടുണ്ടോ? അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, ഫഖാൽ യബ്ന ഔഫ് ഇന്നഹാ റഹ്മ. അബ്ദുറഹ്മാൻ, അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ഈ കണ്ണുനീർ അള്ളാഹുവിന്റെ കൽബിലാക്കിയിരിക്കുന്ന, നിക്ഷേപിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഭാഗമാണ്. ഇന്നൽ ഐന തദ്മാഉ, തീർച്ചയായിട്ടും കണ്ണുനീർ ഒഴുക്കുക തന്നെ ചെയ്യും. വൽ ഖൽബു യഹ്സുൻ, ഹൃദയം അത് ദുഃഖിക്കും, സങ്കടപ്പെടും. വലാ നഖൂലു ഇല്ലാ മാ യർളാ റബ്ബന, പക്ഷേ നാക്ക് കൊണ്ട് ഒരു വിശ്വാസി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതല്ലാത്ത ഒരു വാക്കും പറയാൻ പാടില്ല. കണ്ണുനീര് സ്വാഭാവികമാണ്, സങ്കടപ്പെടൽ സ്വാഭാവികമാണ്. പക്ഷേ ഒരു വിശ്വാസി ഒരിക്കലും നാക്കുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് പറയാൻ പാടില്ല. ഇബ്രാഹിം കുറച്ച് വിട്ടി, രണ്ടുപേരും കുറച്ചങ്ങനെ നീങ്ങിക്കണം, അല്ലെങ്കിൽ അപ്പുറത്തേക്ക് മാറിയിട്ട് മോനെ മുന്നോട്ട് കയറി മുന്നോട്ട് കയറി. പക്ഷേ മോനോട് ഇരിക്കാണ്ടിരിക്കണം, പുറകുന്നത്. ولا نقول إلا ما يرضى ربنا وإنا بفراقك يا إبراهيم لمحزونون. ഇബ്രാഹിം, നിന്റെ വേർപാടിൽ തീർച്ചയായിട്ടും ഒരു ഉപ്പ എന്നുള്ള നിലക്ക് ഞാൻ നല്ല സങ്കടം അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ കിടന്നിട്ട് ഇബ്രാഹിം മരണപ്പെടും. കൊച്ചു കുഞ്ഞുങ്ങൾ പൂക്കളെ പോലെ വിടർന്നു നിൽക്കുന്ന മക്കൾ, ചിത്രശലഭങ്ങളെ പോലെ പാറി നടക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, അത് മക്കളായിരിക്കാം, പേരമക്കളായിരിക്കാം, അവരുടെ വേർപാട് ഏതൊരു മനുഷ്യനും വലിയ ആഘാതം ഉണ്ടാക്കുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ സൈനബിന്റെ കുഞ്ഞിന്റെ മരണവും ഇതുപോലെ ഹദീസ് നമുക്ക് വായിക്കുവാൻ സാധിക്കും. അന്ന ഇബ്നത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് അർസലത്ത് ഇലൈഹി വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമത്ത് ബിൻ സൈദ് വസഅദ് വഉബയ്യ്. സൈനബിന്റെ കുഞ്ഞ് മരണവെപ്രാളം അനുഭവിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ദൂതനെ പറഞ്ഞേക്കാണ് സൈനബ്.
ഉപ്പാനോട് പെട്ടെന്ന് വരാൻ പറയണം. അപ്പൊ റസൂലുള്ളാഹിന്റെ കൂടെ ഉസാമയുണ്ട്, സഅദ് ഉണ്ട്, ഉബൈ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദൂതനെ തിരിച്ചങ്ങോട്ട് പറഞ്ഞയച്ചു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഉഹ്തുദിറ ഫഷ്ഹദിന, പെട്ടെന്ന് വരണം എന്നാണ് സൈനബ് നിർദ്ദേശിച്ചത്. ഫഅർസല യഖറഉ സലാം വയഖുൽ ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ ആത. ദൂതനോട് തിരിച്ച് മോളോടിന്റെ സലാം പറയുമെന്നും പറഞ്ഞിട്ട് തിരിച്ചു പറഞ്ഞയച്ചു. മോള് ആ മോളുടെ കുഞ്ഞ് പേരക്കുട്ടി മരിക്കാൻ കിടക്കുന്ന സമയമാവുമ്പോ ഉപ്പാന്റെ അടുത്തേക്ക് ദൂതനെ പറഞ്ഞേക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് ദൂതനെ പറഞ്ഞയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ കുറച്ച് തിരക്കിലായിരുന്നു. മോളോട് ചെന്നിട്ട് സലാം പറയൂ എന്ന് പറഞ്ഞു. പക്ഷേ സൈനബിന് വീണ്ടും റസൂലുള്ളാഹിനെ കിട്ടണം. ആ സന്ദർഭത്തിൽ ഒന്നുകൂടി റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ ആത. അല്ലാഹു തന്നത്, ഇന്ന ലില്ലാഹി മാ അഖദ, അവൻ എടുത്തത് അവന്റേതാണ്, വലഹു മാ ആത, അവൻ നൽകിയത് മുഴുവനും അവന്റേതാണ്. അല്ലാഹു നൽകിയത് അവന്റേതാണ്, അവൻ എടുക്കുന്നതും അവന്റേതാണ്. നമ്മൾക്ക് മക്കളെ നൽകിയത് അള്ളയാണ്, ഈ പൂമ്പാറ്റകളെ നൽകിയത് അല്ലാഹുവാണ്, ഈ ചിത്രശലഭങ്ങളെ നൽകിയത് നാഥനാണ്. അത് അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് തിരിച്ചെടുക്കുവാനുള്ള അധികാരവും അവനുണ്ട്. ഓരോന്നിനും അള്ളാന്റെ അടുക്കൽ നിശ്ചിതമായ ഒരു അവധിയുണ്ട്. അതുകൊണ്ട് സൈനബ് മോളോട് പറയും, രണ്ട് കാര്യം അവർ ചെയ്യേണ്ട. ഒന്ന്, അവർ ക്ഷമിക്കട്ടെ, അള്ളാന്റെ അടുക്കുന്ന പ്രതിഫലം കിട്ടും എന്ന് പ്രതീക്ഷിക്കട്ടെ, എന്ന് ഉറപ്പിക്കട്ടെ എന്ന് തിരിച്ചു പറഞ്ഞേക്കും. പക്ഷെ സൈനബ് ഉപ്പ എന്തായാലും വരണം എന്ന് പറഞ്ഞ് രണ്ടാമത് ദൂതനെ പറഞ്ഞിട്ട് അപ്പൊ റസൂൽ എണീറ്റു, ഞങ്ങളും കൂടെ എണീറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് സൈനബിന്റെ അടുക്കൽ ചെന്നിട്ട് കുഞ്ഞിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിത്തട്ടിൽ ആ കുഞ്ഞിനെ വെച്ചു. ആ കുട്ടിയുടെ നെഞ്ചിങ്ങനെ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നുണ്ട്. രണ്ട് കണ്ണിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ കണ്ണീരൊഴുകാൻ വേണ്ടി തുടങ്ങി. സഅദ്, അപ്പോ കൂടെ ഉണ്ടായത് സഅദ് റളിയല്ലാഹു ചോദിക്കാണ്, മാ ഹാദാ യാ റസൂലല്ലാഹ്, എന്താ നബിയെ നിങ്ങൾ കരയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമോഷണലി വളരെ വൈകാരികമായി വളരെ ഒരു എല്ലാ നിലക്കും ഏത് സന്ദർഭത്തിലും എങ്ങനെ പെരുമാറണമെന്ന് അറിയാവുന്ന പ്രവാചകൻ. ആ പ്രവാചകൻ ഇങ്ങനെ കരിയോ എന്നവർക്ക് ഒരു അത്ഭുതമാണ്. സാധാരണ നിലക്ക് അങ്ങനെ ഉച്ചത്തിൽ കരയാറൊന്നുമില്ല. പക്ഷെ ഈ കണ്ണീരൊഴുക്കുന്ന കരച്ചിൽ കണ്ടപ്പോൾ അവർ ചോദിക്കാണ്, നബിയെ നിങ്ങളും കരയോ? ഇത് അള്ളാഹ് അവൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ വെച്ചുപിടിക്കുന്ന കാരുണ്യമാണ്. തീർച്ചയായിട്ടും അള്ളാഹു കാരുണ്യം കാണിക്കുക ഹൃദയത്തിൽ കരുണയുള്ള ആളുകളോട് മാത്രമാണ്. നമ്മള് മറ്റുള്ളവരോട് കരുണ കാണിച്ചെങ്കിലേ അള്ളാഹു നമ്മളോട് കരുണ കാണിക്കുള്ളൂ. തീർച്ചയായിട്ടും അള്ളാഹു കരുണ കാണിക്കാം. ഹൃദയത്തിൽ കരുണയുള്ളവർ അഥവാ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരോട് മാത്രമേ അള്ളാഹ് കരുണ കാണിക്കുള്ളൂ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിൽ കിടന്ന് ആ കുഞ്ഞും മരിക്കുന്ന രംഗം നോക്കുന്നു. എത്ര മരണമാണ്! ആരാ റസൂലുള്ളാഹ്? അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുത്തിട്ടുള്ള റസൂൽ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളും പേരമക്കളുമായിട്ട് എത്ര പേരാണ് മടിയിൽ കിടന്ന് മരിക്കുന്നത്! എത്ര മരണത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരിട്ട് കയ്യിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. ഒരു പക്ഷേ അങ്ങനെ അനുഭവിക്കേണ്ടി വന്ന ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? കയ്യിൽ കിടന്ന് മരിക്കുന്ന രംഗം. അത് മക്കളാകാം, പേരമക്കളാവാം, ഒരു പക്ഷെ ഉപ്പയാവാം, ഉമ്മയാവാം, അടുത്ത ഫ്രണ്ട്സ് ആവാം, ബന്ധുക്കളാവാം, ആരുമാവാം. അത് കുഞ്ഞുങ്ങളുടെ മരണമാകുമ്പോ നമ്മളെ നെഞ്ചിന് തുള വീഴ്ത്തും. അത് വല്ലാത്ത പോറലുണ്ടാക്കും. അത് വല്ലാതെ നമ്മളെ നൊമ്പരപ്പെടുത്തും. അത് നമ്മുടെ മനസ്സ് കലങ്ങും, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. അങ്ങനെ കണ്ണുനീര് വരാം, കലങ്ങാം. അതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ കാരുണ്യമുണ്ട് എന്നുള്ളതിന്റെ ലക്ഷണമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മാലി അബ്ദുൽ മുഅ്മിൻ അൻദി ജസാഅൻ ഇദാ ഖബലത് സഫിയഹു മിൻ അഹ്ലി ദുനിയ ثم يحتسبه ഇലൽ ജന്ന. അല്ലാഹു നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നൽകുകയും നിങ്ങൾ ജീവിച്ചിരിക്കെ അയാളെ നിങ്ങളിൽ നിന്ന് പറിച്ചെടുക്കുകയും ചെയ്താൽ അള്ളാഹു അതിലൂടെ നിങ്ങൾക്ക്
സ്വർഗം നൽകാതിരിക്കുകയില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൂടെ സ്വർഗം ലഭിക്കും. നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ ജീവിതത്തിൽ നിന്ന് അങ്ങോട്ട് അടർത്തി കൊണ്ടുപോകുമ്പോ നമ്മുടെ മുന്നിൽ അനുഭവിക്കുന്ന ഒരു ശൂന്യതയുണ്ട്, ഒരർത്ഥമില്ലായ്മയുണ്ട്. ഞാൻ ഇനി എന്തിന് ജീവിക്കണം എന്നൊക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നും. ഉപ്പയും ഉമ്മയും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ട് അകാല മരണമൊക്കെ എന്ന് നമ്മൾ പറയും. അകാല മരണം എന്താ? അകാല മരണം എന്ന് പറഞ്ഞാൽ അകാല മരണം എന്ന് പ്രയോഗിക്കുന്നത് പോലും അനർത്ഥമാണ്. കാരണം മരണത്തിനൊരു കാലമില്ല. ജനിക്കുന്ന കുഞ്ഞ് മരിക്കാറുണ്ട്, ജനിക്കുന്നതിന്റെ മുൻപ് കുഞ്ഞ് മരിക്കാറുണ്ട്. 2 വയസ്സും 3 വയസ്സും 10 വയസ്സും 15 വയസ്സുമുള്ള കുട്ടികൾ മരിക്കാറുണ്ട്. 30-കാരൻ ഏറ്റവും ആരോഗ്യമുള്ള സമയത്ത് മരിക്കാറുണ്ട്. 50-കാരനും 60-കാരനും 70-കാരിയും 80-കാരിയും മരിക്കാറുണ്ട്. ചിലപ്പോ 90, 100, 110 ആയിട്ടും മരിക്കാതെ ജീവിതം ബാക്കി വെച്ചത് അയാൾക്ക് പ്രയാസമായി തോന്നുമോ എന്ന് ചിന്തിക്കുന്ന രംഗങ്ങളും ജീവിതത്തിൽ ചിലർക്കൊക്കെ സംഭവിക്കാറുണ്ട്. മരണത്തിന് ഒരു കാലമെന്നോ അകാലമെന്നോ ഇല്ല. എപ്പോഴാണോ അള്ളാഹു നിശ്ചയിച്ചത് ആ സമയത്ത് അത് നടക്കും. അത് അള്ളാഹിന്റെ തീരുമാനമാണ്. അത് ചിലപ്പോ കുഞ്ഞായിരിക്കും, ചിലപ്പോ കരളായിരിക്കും. എപ്പോഴാണോ അള്ളാഹു അത് എടുക്കുന്നത്, അള്ളാഹ് നൽകിയത് അള്ളാഹ് എടുക്കുമ്പോ അവിടെ അതാണ് റസൂലുള്ളാഹിന്റെ പറയും, അവൻ ക്ഷമിക്കട്ടെ. കഴിയൂല നമുക്ക്, പക്ഷെ കഴിയണം നമുക്ക്. കഴിയൂല നമുക്ക്, പക്ഷെ കഴിയണം നമുക്ക്. അതാണ് ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതൊരു വിശ്വാസിക്ക് മാത്രമല്ലേ ഒരു മനസ്സാണ്. നമുക്ക് നിങ്ങളൊരു ദൈവവിശ്വാസി അല്ലാതെ ഇന്നിപ്പോ അതൊരു ഫാഷനായിട്ട് എയ്ത്തിസം, നിരീശ്വരവാദം, അതൊരു ഫാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. ഒരിക്കൽ കേരളത്തിലുള്ള ഇതേപോലെയുള്ള ഒരു എയ്ത്തിസ്റ്റ് പറഞ്ഞൊരു അനുഭവം വായിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, എന്തിലാണ് അയാൾക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ പിന്നെ സാധിക്കുക? അങ്ങനെ ഒരു എല്ലാ സന്ദർഭത്തിലും അവർ പറയും ഇതൊക്കെ സ്വയമാണ്, ഒന്നുമില്ല, ദൈവമൊന്നുമില്ല, ദൈവം ഉണ്ടെങ്കിൽ ആളുകൾ ഇങ്ങനെ പട്ടിയെടുക്കോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോട് അങ്ങനത്തെ ഒരു ആളെടുക്കൽ ചെന്നിട്ട് ഒരു കുട്ടി മരിച്ചാൽ, ഇങ്ങനത്തെ ഒരു ദുരന്തം അനുഭവിക്കേണ്ടി വന്നാൽ എങ്ങനെയാണ് നമുക്ക് അവരെ ആശ്വസിപ്പിക്കാൻ സാധിക്കാം? എന്നാൽ ഒരു വിശ്വാസിയാണെങ്കിലോ ഒരു മുഅ്മിനാണെങ്കിലോ നമുക്ക് അവരോട് പറയാം, ഇത് അള്ളാഹ് തന്നതാണ്, അള്ളാഹ് എടുക്കും. അതുകൊണ്ട് ക്ഷമിക്കുക, പ്രതിഫലത്തിൽ പ്രതീക്ഷ അർപ്പിക്കുക. അതാണ് ഒരു വിശ്വാസിക്കുള്ളത്. എത്ര ശൂന്യത മുൻപിൽ അനുഭവപ്പെടും. നമ്മള് വലിയ അനുഗ്രഹമായിട്ട് അവരില്ലെങ്കിൽ ഞാനില്ല, അവരില്ലെങ്കിൽ ഞാനില്ല എന്ന് ആരെ കുറിച്ച് ആരും വിചാരിക്കട്ടെ, അവർ തന്നെ ഒരു പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. അതാണ് ജീവിതം. പിന്നെ ഞാൻ എങ്ങനെയാ ജീവിക്കുക എന്നൊക്കെ തോന്നിയാലും പിന്നെയും അള്ളാഹ് നിശ്ചയിച്ചത് വരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. തോൽക്കാൻ പാടില്ല, പിന്നോട്ട് പോകാൻ പാടില്ല. നിരാശ ബാധിച്ച് എന്നാ പിന്നെ ഞാനും മരിക്കുക എന്ന് തീരുമാനിക്കാൻ പാടുണ്ടോ? ഇല്ല, അങ്ങനൊന്നും ഇസ്ലാമിലില്ല. അത് മാത്രമാണ് ഒരു വിശ്വാസിക്ക് ചെയ്യാൻ. ഇത് അള്ളാഹിന്റെ ചില ചോദ്യങ്ങളുണ്ട്. ഖുദ്സിയ ഹദീസിൽ പറയാണ്, ഒരു മനുഷ്യന്റെ കുട്ടി മരണപ്പെടുന്നു, ഖാലല്ലാഹു മലായികത്തിഹി, മരണപ്പെടുമ്പോ അള്ളാഹുവിന്റെ മലക്കുകളോട് ചോദിക്കാണ്, ഖബൽതും വലദ അബ്ദി, നിങ്ങൾ എന്റെ അടിമയുടെ ആ കുഞ്ഞു മോന്റെ റൂഹിനെ പിടിച്ചോ? അവനെ നിങ്ങൾ മരിപ്പിച്ചോ? അവനെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നോ? ഫയഖൂലൂൻ, അപ്പൊ മലക്കുകൾ പറയാണ്, നഅം, അതെ, മരിപ്പിച്ചു. ഫയഖൂൽ ഖബൽതും സമറത ഫുവാദിഹി, അവന്റെ കരളിന്റെ കഷ്ണമായ കുഞ്ഞിനെ നിങ്ങൾ എടുത്തോ? സമറത ഫുവാദിഹി, ഹൃദയത്തിന്റെ പ്രതിഫലം, അതിൽ നിന്നുള്ള വിഭവം, ആ കരളിന്റെ കഷ്ണം, അവന്റെ കരളിന്റെ കഷ്ണം 6 മാസം, 12 വയസ്സ്, 2 വർഷം, എത്രയായിരിക്കട്ടെ, നമ്മുടെ കരളിന്റെ കഷ്ണങ്ങളാണ് അവർ. അവളെ നിങ്ങൾ എടുത്തോ? ഫയഖൂലൂന നഅം, അള്ളാന്റെ കൽപ്പനയല്ലേ, ഇവർക്ക് എടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അതെ, ഞങ്ങൾ എടുത്തു. ഫയഖൂൽ, അപ്പൊ റബ്ബ് ചോദിക്കാണ്, മാദാ ഖാല അബ്ദി,
അങ്ങനെ നിങ്ങൾ ആ കരളിന്റെ കഷ്ണം മുറിച്ചുകൊണ്ട് പോന്നപ്പോ എന്താണ് എന്റെ അടിമ പറഞ്ഞത്? മാതാകാല അബ്ദിഫയഖൂലൂൻ. അപ്പൊ ഈ മലായികത്ത് പറയാണ് ഹമിദക വസ്തർജഅ. ഹമിദക, അവർ നിന്നെ സ്തുതിച്ചു. വസ്തർജഅ, അവർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. ഇസ്തിർജാ, ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച വാക്യം, അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, ഒരു വിശ്വാസിക്ക് ഒരു പ്രയാസം ബാധിച്ചാൽ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണം ഒരു വിശ്വാസി. മരിച്ചാൽ മാത്രമല്ല, ജീവിതത്തിൽ എന്ത് ദുരന്തം ഉണ്ടായാലും പറയേണ്ട വാക്യമാണിത്. അത് പറഞ്ഞു. ഉലൈക അലൈഹിം സലവാത്ത്, അവർക്കാണ് അല്ലാഹുവിന്റെ അനുഗ്രഹം മിൻ റബ്ബിഹിം വറഹ്മ, അല്ലാഹുവിന്റെ കാരുണ്യവും. ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് ഹിദായത്ത് നേടിയവർ. അപ്പോ ഇവര് എന്താ പറഞ്ഞത് എന്നിട്ട് എന്റെ അടിമ, അവർ നാഥ നിന്നെ സ്തുതിച്ചു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു, അത്രേ ചെയ്തിട്ടുള്ളൂ. ഫയഖൂലുല്ലാഹ്, അല്ലാഹ് ഈ മലായികത്തിനോട് മറുപടി പറയാണ്, അങ്ങനെയാണെങ്കിൽ എന്റെ ആ അടിമക്ക് സ്വർഗത്തിലൊരു വീടുണ്ടാക്കി കൊടുക്കും, സ്വർഗത്തിലൊരു ഭവനം. വസമ്മൂഹു ബൈത്തുൽ ഹംദ്, ആ വീടിന് ബൈത്തുൽ ഹംദ്, ഹംദിന്റെ വീട്, സ്തുതിയുടെ ഗേഹം എന്ന് പേര് വെക്ക് എന്ന് അള്ളാഹു തന്റെ മാലാഖമാരോട് പറയുന്നതായിട്ട് റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചു തരാണ്. ക്ഷമ പ്രിയപ്പെട്ടവരെ, ക്ഷമ, ക്ഷമ, പരീക്ഷണങ്ങളിൽ ക്ഷമ, പ്രത്യേകിച്ചും ഇത്തരം ഘട്ടത്തിലുള്ള ക്ഷമ. അള്ളാഹുവിന്റെ റസൂല് ഒരിക്കൽ ഒരു ഖബറിന്റെ അടുക്കൂടെ നടന്നു പോകുമ്പോൾ ഒരു സഹോദരി അവിടെ ഇങ്ങനെ ഇരുന്ന് വിലപിക്കാണ്. ഖബറിന്റെ അടുക്കല് അവരുടെ ഇതേപോലെ ഹൃദയത്തിലെ പൂവിനെ പറിച്ചു കൊണ്ടുപോയി ആ വേദനയിൽ നൊമ്പരപ്പെട്ട് കരയാണ്. അപ്പൊ റസൂൽ പറഞ്ഞു, കരയല്ലേ, അവരോട് ക്ഷമിക്കാൻ പറ. അപ്പോ അവര് പറഞ്ഞ മറുപടി, ഇലൈക അന്നി ഫഇന്നഹു ലം തുസിബി മുസീബത്തി, ഇന്റെ വേദന എത്രയാന്നുള്ളത് അയാൾക്ക് മനസ്സിലാവൂലല്ലോ എന്ന് ഈ സഹോദരി പറഞ്ഞു പോയി. പിന്നെയാണ് സഹോദരിക്ക് മനസ്സിലായത് ആ പറഞ്ഞത് റസൂലിനെ ആയിരുന്നു എന്നുള്ളത്. റസൂലിനെയാണ് ക്ഷമിക്കാൻ പറഞ്ഞത് എന്നുള്ളത് ആ സ്ത്രീക്ക് ആദ്യം മനസ്സിലായിരുന്നില്ല. അതാരോ അവരോട് പറഞ്ഞു കേട്ടപ്പോ അവര് റസൂലിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ നിങ്ങളത് അറിയാതെ പറഞ്ഞു പോയതാണ്, എന്റെ സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതിന് റസൂൽ നൽകിയ മറുപടി, ഇന്നമ സബ്റു ഇൻദ സദമത്തിൽ ഊല, ക്ഷമ വേണ്ടത് പ്രശ്നങ്ങളുടെ ആദ്യ ഘട്ടത്തിലാണ്. ഒരു 15 ദിവസം, 1 മാസം, 2 മാസം, 3 മാസം ഒക്കെ കഴിയുമ്പോൾ നമ്മൾ നോർമലായി മാറും, അതുമായി താതാത്മ്യപ്പെടും, പൊരുത്തപ്പെടും. പിന്നെ ആര് നമ്മളോട് അതിനെക്കുറിച്ച് ചോദിച്ചാലും നമുക്കത് അത്ര ആ പെയിനിന്റെ മറക്കുന്നൊന്നും അല്ല, എന്നാലും അതിന്റെ ഒരു ആഘാതം കുറയും. പക്ഷേ ആദ്യത്തില് ഈ ന്യൂസ് കേൾക്കുമ്പോ, ആദ്യം ഇത് അനുഭവിക്കുമ്പോ നമുക്ക് തോന്നുന്ന ആ ഫീലിംഗ് ഉണ്ടല്ലോ, അവിടെയാണ് പലപ്പോഴും പലരും അസ്വസ്ഥത കാണിക്കുക, അനാവശ്യമായ വേർഡ്സ് ഉപയോഗിക്കുക, ശാപ വാക്കുകൾ പറയാ, റബ്ബിനെ കുറ്റപ്പെടുത്തുക. അത് പറയാതെ ക്ഷമിച്ചാൽ അവർക്കുള്ളതാണ് ബൈത്തുൽ ഹംദ്, സ്വർഗത്തിൽ ഹംദ് ചെയ്യുന്ന ആളുകൾക്കുള്ള ഭവനം. അള്ളാഹു നമ്മയെവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സ്വർഗത്തിലേക്ക് കൈപിടിക്കുന്ന മക്കൾ, പറഞ്ഞ മറ്റൊരു വാക്യം, അന്ന റജുലൻ കാന യഅതി അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹു ഇബ്നൻ ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് സ്ഥിരമായിട്ട് വരാറുണ്ടായിരുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. ആ സഹാബിയുടെ കൂടെ ഇതേപോലെ ഒരു പിഞ്ചോമന, ഒരു മുത്തുമണി കൂടെ ഉണ്ടാകും, ഒരു പൊന്നുമോൻ കൂടെ ഉണ്ടാകും. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഈ സ്വഹാബിയെയും കാണാനില്ല, ഈ കുഞ്ഞിനെയും കാണാനില്ല. അപ്പൊ റസൂൽ ചോദിച്ചു, ആ സ്വഹാബിയോടെ, ആ കുട്ടിയോടെ? അപ്പൊ ആരോ റസൂലുള്ളാഹിനോട് പറഞ്ഞു, ആ കുട്ടി മരിച്ചു, ആ കുട്ടി മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയുടെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് ചോദിക്കാണ്, അമാ തുഹിബ്ബു അൻ തഅതി ബാബൻ മിൻ അബ്വാബിൽ ജന്ന ഇല്ലാ വജദ്തഹു അലൈഹി അൻതദിർ, നിങ്ങൾ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോ ഏത് ഡോറിൽ കൂടെ നിങ്ങൾ കയറിയാലും അവിടെ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോവാൻ ആ കുഞ്ഞുമോൻ ആ സ്വർഗത്തേക്ക് നേരത്തെ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടാവോ? നോക്കൂ നിങ്ങൾ ആ സഹാബിയെ കൈകാര്യം ചെയ്ത രീതി, അയാൾക്കുള്ള വേദന മനസ്സിലാക്കിയിട്ട് പൂർണ്ണമായ ആ ഒരു എമ്പതറ്റിക്കൽ മൈൻഡ്, അയാളുടെ ഫീലിംഗ് മനസ്സിലാക്കി റസൂൽ ചോദിക്കാണ്, അയാളോട് ഇനി എന്താ ആശ്വാസമാക്കാൻ പറയാ? അയാൾക്ക് പറയാവുന്നത് ഇത് മാത്രമാണ്, സ്വർഗത്തിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോ ഏത് ഡോറിൽ കൂടെ നിങ്ങൾ കയറിയാലും നിങ്ങളെ കൈപിടിക്കാൻ നിങ്ങളുടെ പുന്നാരമോൻ
അയാൾ അള്ള നേരത്തെ അങ്ങോട്ട് എത്തിച്ചാൽ അത് നിങ്ങൾക്ക് ഇഷ്ടാവൂലേ എന്ന് പറഞ്ഞപ്പോ ആ സ്വഹാബി സന്തോഷത്തോടെ നബിയുടെ മുൻപിൽ പുഞ്ചിരിച്ചു. എന്നിട്ട് സ്വഹാബാക്കൾ ഇത് കണ്ടപ്പോ ചോദിക്കുകയാണ്, നബിയെ, ഈ പറഞ്ഞത് അയാൾക്ക് മാത്രമാണോ? അയാളുടെ കുട്ടി മരിച്ചപ്പോ ആ കുട്ടി സ്വർഗത്തിൽ അയാളെ സ്വീകരിക്കാണ്ടാകും, ബാക്കി കേൾക്കുന്നത് ബാധകല്ല എന്നാണോ അതിന്റെ അർത്ഥം? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഫഖാൽ ബൽ ലികുല്ലിക്കും, അല്ല, ഇതെല്ലാവർക്കും ബാധകമാണ്. ഇക്കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ്, കഴിഞ്ഞ ചൊവ്വാഴ്ച ദുബൈ സോനാപൂരിൽ മറമാടപ്പെട്ട മസ്ജിദ് ശുഹദാ പള്ളിയിൽ മറമാടപ്പെട്ട 4 കുട്ടികളടക്കം, ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ മരണപ്പെട്ടു പോയ ഏതെങ്കിലും കുട്ടികളുടെ രക്ഷിതാക്കളാണ് നമ്മളെങ്കിൽ നമ്മളടക്കം മുഴുവൻ ആളുകൾക്കും ഇതാണ് പ്രതിഫലം. ആ ഉപ്പാക്ക് അള്ളാഹു ക്ഷമിക്കാനുള്ള കരുത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത്തരം പ്രയാസങ്ങളിൽ ക്ഷമിക്കാനുള്ള കരുത്ത് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. എല്ലാവർക്കും ഇത് ബാധക. അങ്ങനെ ഒരു പരീക്ഷണം അള്ളാന്റെ റസൂൽ ഏറ്റുവാങ്ങിയ പരീക്ഷണമാണത്. ആർക്കും സംഭവിക്കാം. സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് നിവൃത്തി ഉണ്ടായാൽ അതിൽ നിന്ന് നമുക്കുള്ള പരിഹാരം ക്ഷമ മാത്രമാണ്. ആ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. ഇത്തരം സന്ദർഭത്തിൽ ക്ഷമയോടുകൂടി നമ്മൾക്കും ഒരു മരണം ഉണ്ടാകും എന്ന ബോധ്യം, ആശ്വാസം, ആ ഒരു ആശ്വാസം വിശ്വാസിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാത്തവരെ എന്ത് പറഞ്ഞ് നമ്മൾ ആശ്വസിപ്പിക്കുക. അതുകൊണ്ട് ആ ആശ്വാസ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മാനസികാവസ്ഥയെ നമ്മൾ എപ്പോഴും സംഭവിക്കാനുള്ളതാണ് മരണം എന്ന ബോധ്യത്തോടു കൂടി ഈ ദുനിയാവിനെ നോക്കിക്കാണുവാനുള്ള വിൽ പവർ, മനക്കരുത്ത്, ഇച്ഛാശക്തി നമ്മൾ എല്ലാവരും ഉണ്ടാക്കിയെടുക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുന്നവരാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ വാഹിദിൽ ഖഹാർ വൽ ഗഫാർ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി കഫറത ലിന്നാസ് ബിൽ ബശീർ വൽ ഇൻദാർ വഅലാ ആലിഹി വസഹ്ബിഹിൽ അദ്റാർ വഅലാ അസ്ഹാബിഹിൽ അസ്ലിയാൽ ഖിയാർ വഅലാ സമാവാതി വൽ അർദി മാ തഅഖുദു വൽ വറമ വത്തഖുല്ലാഹ്. വിശ്വാസികളെ ക്ഷണിക്കുക, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശം കേട്ടുകൊണ്ട് ജീവിക്കുക. മുസ്ലിം ഉദ്ധരിച്ച ഒരു വചനം, അബി ഹസ്സാൻ അൽ അറജ് അദ്ദേഹം പറയുന്നു, ഖുൽതു ലി അബീ ഹുറൈറ, അദ്ദേഹത്തിന്റെ ഈ അബി ഹസ്സാൻ അറജിന്റെ മക്കള് മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അബീ ഹുറൈറ റളിയല്ലാഹു ചെന്ന് പറയാണ്, ഇന്നഹു ഖദ് മാതലി ഇബ്നാനി, എന്റെ 2 കുട്ടികൾ ചെറുപ്പത്തിൽ മരിച്ചുപോയി. ഫമാ അൻത ബിമുഹദ്ദിസി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹദീസിൻ തുതീബു ബിഹി അൻഫുസനാ അൻ മൗതിന. അള്ളാന്റെ റസൂല് ഇങ്ങനെ മക്കള് മരണപ്പെട്ട ആളുകളെ ആശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള വല്ല വാക്കും വർത്തമാനവും വല്ലതും പറഞ്ഞതായിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അങ്ങനെ വല്ല ആശ്വാസ വാക്കുകളും എപ്പോഴെങ്കിലും റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ എന്ന് ഇദ്ദേഹം അബീ ഹുറൈറയോട് ചോദിക്കണം. അതിന് അബീ ഹുറൈറ നൽകുന്ന മറുപടി, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം നഅം സിഗാറുഹും ദആമീസുൽ ജന്ന, ഉണ്ട്. എന്താണെന്നറിയോ? അള്ളാഹു റസൂൽ പറയാണ്, അങ്ങനെ കുഞ്ഞായിരിക്കെ മരണപ്പെട്ട ഈ മക്കൾ നാളെ പരലോകത്ത് സ്വർഗത്തിലെ ദാമീസുകളായി മാറും. ദാമീസുൽ ജന്ന. ദാമീസിന് അറബി ഭാഷയിൽ നമുക്കുള്ള അർത്ഥം, ഒന്ന് പാറിപ്പറക്കുന്ന ചിത്രശലഭങ്ങൾ, മറ്റൊന്ന് തത്തിക്കളിക്കുന്ന പറവ കുഞ്ഞുങ്ങൾ, മറ്റൊരർത്ഥം എവിടെയും ഉറച്ചു നിൽക്കാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന കിലുക്കാമ്പട്ടികളായിട്ട് അവർ സ്വർഗത്തിലുണ്ടാകും. ദാമീസുകളായിട്ട് അവർ സ്വർഗത്തിലേക്ക് വരും. ദാമീസിൽ ജന്ന യൽതഖ അഹദുഹും അബാഹു ഔ അബവൈഹി, ഈ ഉപ്പയോ ഉമ്മയോ ആരായിരിക്കട്ടെ, അവർ സ്വർഗത്തിലേക്ക് കയറി ചെല്ലുമ്പോ അവരുടെ കൈകളിലോ വസ്ത്രങ്ങളിലോ ആ മക്കൾ കയറി പിടിക്കും. ഞാൻ നിങ്ങളുടെ തുണിക്കോന്തല പിടിക്കുന്നത് പോലെ ഇങ്ങനെ മുറുക്കി പിടിക്കും ആ മക്കൾ. എന്നിട്ടോ അവര് 2 പേരും സ്വർഗത്തിലേക്ക് അങ്ങോട്ട് കേറുന്നത് വരെ ആ സ്വർഗത്തിലെ ദാമീസുകൾ ഈ തുണിക്കോന്തലയിലെ പിടുത്തം വിടൂല. ഉമ്മാനും ഉപ്പാനും ഒറ്റ പിടുത്തം പിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് 2 പേരും എത്തിയതിന് ശേഷേ ആ കിലുക്കാമ്പട്ടി ആ പിടുത്തം വിടുള്ളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു മിറാഷ് ആണ് ജീവിതം. അതെന്തു ആവാം.
അത് സുഖകരമായ അനുഭവങ്ങളായിരിക്കാം. പക്ഷെ സുഖകരമായ അനുഭവങ്ങൾ മാത്രമായിരിക്കണമെന്നില്ല, ഇത്തരം പരീക്ഷണങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുമ്പോഴും അതിനെ പ്രതീക്ഷയോടുകൂടി സ്വർഗത്തിലേക്ക് അതൊരു മുതൽക്കൂട്ടായി കണ്ടുകൊണ്ട് അതിനെ പോസിറ്റീവായി ഏറ്റെടുക്കുവാനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുത്താൽ ഒരു വിശ്വാസിക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ സാധിക്കും. അത്തരം ഇരുലോകത്തും വിജയിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടുവാൻ വേണ്ടി നാം പരിശ്രമിക്കുക, അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ശ്രോതാക്കളുടെയും സാലികളുടെയും കൂട്ടത്തിൽ അള്ളാഹു നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരം പരീക്ഷണങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ട മക്കളെ അള്ളാഹു സ്വർഗത്തിലെ ദഹാമീസുകളാക്കി മാറ്റുകയും അതിലൂടെ നമ്മയും അവന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. പരീക്ഷണങ്ങളിൽ ഉറച്ചു നിൽക്കുവാനുള്ള മനക്കരുത്ത് അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്